ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ വ്യത്യസ്തമായ ഒരു തനി നാടൻ ചെമ്മീൻ ഫ്രൈ ആണ്. അതിന് വേണ്ടിയിട്ട് ക്ലീൻ ചെയ്ത ചെമ്മീൻ ചെറുതായി ഒന്ന് ചതച്ചെടുക്കണം. ഞാനിവിടെ ഏകദേശം 1/2 കിലോ ചെമ്മീനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി കൂടി ചതച്ച് ചേർക്കണം. ഏകദേശം 6-7 ചെറിയ ഉള്ളികൾ എടുക്കണം. ഇതും നന്നായി ചതച്ച് ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ മസാലകൾ: 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഇതിലേക്ക് കുരുമുളക് ആവശ്യമാണ്. ഏകദേശം 1 ടീസ്പൂണോളം വേണം. അതിന് വേണ്ടിയിട്ട് കുരുമുളക് ചതച്ചാണ് എടുക്കുന്നത്. ചതച്ചെടുക്കുമ്പോൾ അതൊരു പ്രത്യേകമായൊരു ടേസ്റ്റ് ഈ ഫ്രൈക്ക് തരും. അതുകൊണ്ടാണ് നമ്മൾ ചതച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. കറിവേപ്പില എല്ലാ ഫ്രൈയിലും ഒരു പ്രത്യേക മണവും ഒരു രുചിയൊക്കെ തരുന്നുണ്ട്. പിന്നെ 1 സ്പൂൺ മൈദമാവ് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ മൈദമാവ് ചേർക്കുന്നത് നമ്മൾ ഈ ഫ്രൈ പരത്തിയാണ് ഫ്രൈ ചെയ്യുന്നത്. അതുകൊണ്ട് വിട്ടു പോകാതിരിക്കാനാണ്. ഇനി ഒരു പാനിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ച് ഫ്രൈ ചെയ്യാം. എനിക്ക് ഈ റെസിപ്പി റെക്കമെൻഡ് ചെയ്തത് എൻ്റെ അമ്മയാണ്. അവരുടെ കുട്ടിക്കാലത്തൊക്കെ ഉണ്ടായിരുന്നൊരു റെസിപ്പി ആയിരുന്നെന്നാണ് അമ്മ പറഞ്ഞത്. ഇനി ഇത് പാനിൻ്റെ എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് നന്നായിട്ട് പരത്തിയെടുക്കാം. ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയതിന് ശേഷം തിരിച്ചിട്ട് അടുത്ത സൈഡ് ഫ്രൈ ചെയ്യണം. മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ ഫ്രൈ ചെയ്യേണ്ടത്. ഇത് പഴമക്കാരൊക്കെ ചെയ്തിരുന്ന ഒരു തനി നാടൻ ചെമ്മീൻ ഫ്രൈ ആണ്. നമ്മൾ സാധാരണ ചെയ്യാറുള്ള രീതിയിലുള്ള ടേസ്റ്റ് അല്ല ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. വളരെ ഈസി ആയിട്ടുള്ള രീതിയിലാണ് ഇത് ചെയ്യാൻ പറ്റുന്നത്. ഏത് കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ഡിഷാണിത്. ഉറപ്പായിട്ട് എല്ലാവരെയും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഉറപ്പായി ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്. ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ഒരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.